നമസ്കാരം. ഞാൻ സുമേഷ് ചാത്തങ്കുളം ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് നമ്മളുടെ സിറ്റി ബിൽഡേഴ്സ് ആപ്പ് വഴി ആളുകൾക്ക് വീട് കെട്ടുമ്പോൾ നമ്മൾക്കറിയാം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഈ കുറേ അൺഎത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ് കുറേ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അതിനെ കർബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ചലഞ്ചസ് നിങ്ങളോട് പറയാനും, അത് എല്ലാ വെൻഡേഴ്സും എല്ലാ കോൺട്രാക്ടേഴ്സും എല്ലാ വർക്കേഴ്സും എല്ലാ മേസ്ത്രിമാരും എൻ്റെ എല്ലാ കൊലീഗ്സും അറിഞ്ഞിരിക്കാനും അത് ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് വീണ്ടും നിൽക്കണമെന്നും. ഇത് ചെയ്യുന്നത് വളരെ ചെറിയ ന്യൂനപക്ഷം ആളുകളാണ്. പക്ഷേ അവർ നമ്മളുടെ എല്ലാവരെയും ആ പവിത്രമായിട്ടുള്ള ആ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ആ സിസ്റ്റത്തിൻ്റെ അകത്ത് പ്രോബ്ലം ഉണ്ടാക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചു കൊടുത്തത് കൊണ്ടാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് വലിയൊരു ഭാഗം സ്പോയിലായിരിക്കുന്നത്. അപ്പം നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരിക്കലും നമ്മൾ അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഏത് വലിയതിനെയും അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് കിക്ക് ദം ഔട്ട് ഫ്രം ദ സിസ്റ്റം. ഇതിനു വേണ്ടി ഒന്നും കൂടി റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ വരുന്നത്. ഞാൻ ഡീറ്റെയിലായി പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഏജൻറ്റ് 3 വർഷമായിക്കൊണ്ട് 2-3 വർഷമായിക്കൊണ്ട് സിറ്റി ബിൽഡേഴ്സ് ആപ്പിൽ കൂടെ നിറയെ നമ്മുടെ ക്ലയൻസിന്, വാല്യബിൾ ആയിട്ടുള്ള ക്ലയൻസിന് വീടുകൾ അവരുടെ ഡ്രീം ഹോം 10% സേവ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിധി വരെ യെസ്, ചെറിയ തെറ്റുകളോ പോരായ്മകളോ വരുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് ഒരു പൈസൻ്റെ ഒരു കളവോചതി അതിനോട് നടത്താൻ നമ്മൾ വിടലില്ല. അതിന് പറ്റുന്ന അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള കൊലീഗ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള വെൻഡേഴ്സിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള കൺസൾട്ടൻസിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള കോൺട്രാക്ടേഴ്സിനെയും മേസ്ത്രിമാരെയും വർക്കേഴ്സിനെയും ഒക്കെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബട്ട് ഈവൻ ദോ എണ്ണം കൂടി വരുമ്പോൾ, ബിക്കോസ് ഒരുപാട് ആളുകൾ ഇപ്പോൾ എൻഗേജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ന്യൂനപക്ഷം 1-2 ചില അംശത്തിലുള്ള ആളുകൾക്ക് ജനറലായിട്ട് ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ള മെജോറിറ്റി 95% സ്ഥലത്തുമുള്ള ഒരു സൂക്കടുണ്ട്. പെയിൻറ്റ് വാങ്ങാൻ പോയ കമ്മീഷൻ, വയർ വാങ്ങാൻ പോയ കമ്മീഷൻ, പൈപ്പ് വാങ്ങാൻ പോയ കമ്മീഷൻ, ടൈല് വാങ്ങാൻ പോയ കമ്മീഷൻ, എല്ലാ സ്ഥലത്തും കമ്മീഷൻ ഇൻവോൾവ് ആയിട്ടുള്ളത് കൊണ്ട് 95% ആളുകൾക്ക് പുറത്ത് ഭൂരിഭാഗം ആളുകളും അതിൻ്റെ പുറകിൽ നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് അത്തരത്തിലുള്ള ചില സ്വഭാവം നമ്മളിൽ ആരെങ്കിലും ന്യൂനപക്ഷം ആളുകൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ റിക്വസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് വില കൊടുത്തും നമ്മുടെ ഒപ്പമുള്ള ആരും അത്തരത്തിലുള്ള ഒരു സാധ്യതയ്ക്കും ഉള്ളിൽ വകവെച്ചു കൊടുക്കരുതെന്നും, അത് വന്നാൽ ഏത് മൊമെൻറ്റിലും അത് കട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഇച്ഛാശക്തി ഉണ്ടാകണം. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾക്കെല്ലാവർക്കും ചോറ് തരുന്ന, നമ്മൾക്കെല്ലാവർക്കും കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു എക്കോ സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മുടെ ടീം, നമ്മുടെ ഒപ്പം വളരെ ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന ആളുകൾക്ക് അറിയാം. അത് വെൻഡേഴ്സ് ആയിക്കോട്ടെ, കോൺട്രാക്ടേഴ്സ് ആയിക്കോട്ടെ, വർക്കേഴ്സ് ആയിക്കോട്ടെ, ക്ലയൻസ് ആയിക്കോട്ടെ. ക്ലയൻസിന് ഒരു അഡ്വാൻസ് ഒന്നും എവിടെയും പെടില്ല. ബിക്കോസ് നമുക്കറിയാം, ഞാൻ ഒന്നും കൂടി ഡിഫൈൻ ചെയ്യാണ്. സാധാരണ രീതിയിൽ ക്ലയൻസിന് അഡ്വാൻസ് ആയിട്ടത്തേയും പെടും, അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സിന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടില്ല. ഇങ്ങനത്തെ ചലഞ്ചസ് ഒക്കെ ഉള്ളതാണ് നമ്മൾ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ ചാത്തങ്കുളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി സർവീസ് എന്ന സർവീസ് സിറ്റി ബിൽഡേഴ്സ് ആപ്പിലൂടെ കൊടുക്കുന്നതിൽ കൂടെ ഇല്ലാണ് നമുക്ക് ആ ചലഞ്ചിനെ സോൾവ് ചെയ്യാൻ പറ്റിയിരിക്കുന്ന പ്രോബ്ലത്തിന്. എന്താണ് പറഞ്ഞാൽ, നമ്മുടെ വെൻഡേഴ്സിന് മുഴുവൻ സപ്ലൈ ചെയ്തതിൻ്റെ 24 hours പൈസ, വർക്കേഴ്സിന് മുഴുവൻ വർക്ക് ചെയ്തതിൻ്റെ വിത്തിൻ 24 hours പോക്കറ്റിൽ പൈസ വരിക. ക്ലയൻസിന് അഡ്വാൻസ് ആയിട്ട് ഈ കോസ്റ്റ് ഡെപ്പോസിറ്റ് മാത്രമേ വേണ്ടു, അല്ലാണ്ട് വേറെ അഡ്വാൻസ് ആയിട്ട് ആർക്കും കൊടുക്കേണ്ട, നാളെ അഡ്വാൻസ് പോയി എന്നുള്ളൊരു പ്രശ്നമില്ല. ടൈംലി പൈസ കൊടുത്താൽ മതി, ചെയ്ത് കഴിഞ്ഞിട്ടുടൻ പൈസ കൊടുത്താൽ മതി. കോസ്റ്റ് ഡെപ്പോസിറ്റ് വളരെ സേഫായിട്ട് എപ്പോൾ വേണമെങ്കിൽ റീഫണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മുടെ കയ്യിൽ വളരെ സേഫായിട്ട് അക്കൗണ്ട് കോസ്റ്റ് ഡെപ്പോസിറ്റ് എടുക്കുക. ഇത്രയും സൗകര്യമായിട്ടുള്ള ഒരു സെൽഫ് ജനറേറ്റിംഗ് ഒരു എക്കോസിസ്റ്റം, ആർക്ക് എംപവർ ചെയ്യാൻ പറ്റുന്ന എക്കോസിസ്റ്റം. വർക്കേഴ്സിന് അവരുടെ വർക്ക് വൃത്തിയായിട്ട് ചെയ്യുക, അവരുടെ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് കയറി വരും. വെൻഡേഴ്സിന് ധൈര്യമായിട്ട് സപ്ലൈ ചെയ്യുക, അവരുടെ പൈസ അവർ കയ്യിലേക്ക് വരും. ക്ലയൻസിന് ധൈര്യമായിട്ട് അവർ വീട് ഏൽപ്പിച്ചു പോവുക. യെസ്, അറിയാതെ പറ്റുന്ന, മനുഷ്യാൽ പറ്റുന്ന ചെറിയ പോരായ്മകളല്ലാതെ കളവോ ചതിയോ ഒരു പൈസൻ്റെ നടക്കില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇടയിലെ എല്ലാ ടീം മെമ്പേഴ്സിൻ്റെ ഇടയിലെ ന്യൂനപക്ഷം ഈ പഴയ, ഞാൻ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വൃത്തികെട്ട ഒരിക്കലും വെച്ച് പുലർത്താൻ പറ്റാത്ത തൊട്ടിത്തരം, ദാറ്റ് മീൻസ് കമ്മീഷൻ വാങ്ങിക്കുകയോ അത്തരത്തിലുള്ള ആഗ്രഹമോ എവിടെയെങ്കിലും പ്രകടിപ്പിച്ചാൽ ഞാൻ ഈ അവസരത്തിൽ എൻ്റെ കൊലീഗ്സിനായ നിങ്ങളുടെ അടുത്ത് എല്ലാവരും, ഞങ്ങളുടെ ടീം മെമ്പേഴ്സായ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ അതാത് ബ്രാഞ്ചിലെ സൂപ്പർവൈസർ ഉണ്ടാവും, ഇൻഫോം ചെയ്യുക. ഇനി സൂപ്പർവൈസറും അതിന് ശരിയല്ല, എന്തെങ്കിലും ചെയ്ത് സംഭവിക്കാമല്ലോ, സ്വാഭാവികമായിട്ട് അതിൻ്റെ മുകളിൽ PM ഉണ്ടാവും, ഇൻഫോം ചെയ്യണം. എന്നിട്ടും നടക്കില്ലെങ്കിൽ അവിടുത്തെ BM ഉണ്ടാവും, ഇൻഫോം ചെയ്യണം തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അവിടുത്തെ ആ ഫ്രാഞ്ചൈസിയുടെ പ്രൊമോട്ടേഴ്സ് ഉണ്ടാവും, ഇൻഫോം ചെയ്യണം. ഈ എല്ലാ കോളുകളും നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കണം തീർച്ചയായിട്ടും. പോരായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കൊലീഗ്, എനിക്കൊപ്പം നിൽക്കുന്ന ഹെഡ് ഓഫീസിലും അവിടുത്തെ APM ഉണ്ടാവും, GPM ഉണ്ടാവും, അവർ ഇൻഫോം ചെയ്യാം. അതും അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൽ ജനറൽ മാനേജർ ഉണ്ടാവും, അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഉണ്ടാവും, അവരുടെ രണ്ടാളും ഇൻഫോം ചെയ്യാം.
വിത്ത് കോൾ റെക്കോർഡ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കാം. ആരും എന്ത് തന്നെ റെക്കോർഡ് ചെയ്ത് ഞങ്ങളുടെ ഉള്ളിൽ ഒരാൾ ചോദിക്കില്ല. ബിക്കോസ് ഞങ്ങൾക്ക് ഒളിയും മറയും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്നിട്ടും എവിടെ നിന്നൊരു പരിഹാരം ഇല്ലെങ്കിൽ വിത്തിൻ നോ ടൈം എൻ്റെ നമ്പറിൽ, ഈ നമ്പർ എല്ലാവർക്കും അറിയാം, 9495996883 എന്നുള്ള നമ്പർ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് കംപ്ലൈൻറ്റ് രേഖപ്പെടുത്തണം. ബിക്കോസ് അത് നിങ്ങളുടെ മാത്രം നന്മയ്ക്കല്ല, നമ്മുടെ ഈ എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളായിട്ട് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ഓരോ പുഴുക്കുത്തുകൾ ഉണ്ടാക്കുന്ന ഡിസ്റ്റർബൻസ് ഇല്ലാതാക്കണം, നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യണം. കറപ്ഷൻ, അൺഎത്തിക്കൽ പ്രാക്ടീസസ്, എത്തിക്സ് അല്ലാതെ അൺഎത്തിക്കൽ പ്രാക്ടീസസ് നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ശ്രമം. അതിനുവേണ്ടി എന്ത് വില കൊടുത്ത് ഏതറ്റം വരെയും പോകാൻ മാനേജ്മെൻറ്റും എല്ലാവരും നമ്മുടെ ഒപ്പമുള്ള ടീമിലെ മെജോറിറ്റിയും തയ്യാറാണ്. വളരെ മൈനോറിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈൻഡ്ലി ഹെൽപ്പ് അസ് ടു സെർവ് ബെറ്റർ. റൈറ്റ്, ഇൻഫോം ചെയ്യുക, കാര്യങ്ങൾ നടത്തുക പ്ലീസ്. വിത്ത് എന്ത് എവിഡൻസ് കിട്ടാൻ റെക്കോർഡ് ഇറ്റ് ആൻഡ് ഗീവ് ഇറ്റ് അസ്. റൈറ്റ്, യു വിൽ ടേക്ക് ആക്ഷൻ. അല്ലാതെ ആക്ഷൻ എടുക്കാൻ ഒന്നും മടിക്കുന്ന ആളുകളല്ല. ഞങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ആളുണ്ടാവില്ല. കണ്ടല്ലേ? അപ്പോൾ ഇത് ഞാനിപ്പോൾ അത് പറയാൻ കാരണം എവിടെയും കണ്ടിട്ടല്ല. നമ്മുടെ സിസ്റ്റം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഇതിൻ്റെ അകത്ത് 10-500 കൂടുതൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയി ഇപ്പോൾ തന്നെ. അപ്പോൾ ഈ 500 ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇന്ന് വർക്ക് ചെയ്തതിൻ്റെ പൈസ കഴിഞ്ഞതിൻ്റെ വർക്ക് 24 മണിക്കൂർ കൊണ്ട് ആ വർക്ക് ഏരിയ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ പൈസ കംപ്ലീഷൻ കഴിഞ്ഞ് 24 മണിക്കൂർ കൊണ്ട് മറ്റേ വർക്കറിൻ്റെ അടുത്ത് എത്താന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സിസ്റ്റം. HST ഇണയിൽ വെച്ച്, സിസ്റ്റങ്ങളിൽ വെച്ച് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ നമ്മുടെ ആമസോണോ ഫ്ലിപ്കാർട്ടോ അലിബാബ.com ഒക്കെ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഓല ഊബറൊക്കെ അതാത് ഇൻഡസ്ട്രികൾ ചെയ്ത പോലെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ റീഡിഫൈൻ ചെയ്യുന്ന ഒരു റവല്യൂഷണറി സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ പവിത്രത കളയാൻ ആരെങ്കിലും ചെറിയൊരു അംശമെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും, ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ബിക്കോസ് ചെറിയ ന്യൂനപക്ഷങ്ങളായാലും അത്തരത്തിലുള്ള അൺഎത്തിക്കൽ പ്രാക്ടീസും കുത്തിത്തിരിപ്പുകളും പുഴുക്കുത്തുകളും കുതിങ്കാല് വെട്ടലുകളും നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഗ്രോ ചെയ്യാൻ ഒരിക്കലും വിടില്ല. അതിന് ശക്തമായിട്ട് നമ്മൾ നേരിടും. അപ്പോൾ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യണമെന്ന് എല്ലാ നമ്മുടെ വെൻഡേഴ്സിൻ്റെ അടുത്ത്, കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്ത്, മേസ്ത്രിമാരുടെ അടുത്ത്, വർക്കർമാരുടെ അടുത്ത്, എൻ്റെ കൊലീഗ്സ് ആയിട്ടുള്ള എല്ലാ ആളുകളുടെ അടുത്തും, ഒപ്പം ക്ലയൻസും ഇതെന്ത് ചെയ്യരുത്, ഇത്തരത്തിലുള്ള പ്രവണതകൾ ആർക്കും വല്ല കാശ് കൊടുക്കും ഇങ്ങനെയൊന്നും ചെയ്യരുത്. സ്നേഹത്തിന് അത് സ്നേഹമല്ല നിങ്ങൾ ചെയ്യുന്നത്, ദ്രോഹമാണ്. ആരെങ്കിലും അതേമാതിരി വെൻഡേഴ്സ് ഇന്ന് പൈസ 24 മണിക്കൂർ കിട്ടണം ഇന്ന് തന്നെ ചോദിച്ചാലേ ചിലപ്പോൾ ഒരു പിണങ്ങിയാലോ, അങ്ങനെ ക്ലയൻറ്റ് ആരെയും വെൻഡേഴ്സ് ആരെയും ചെയ്തിട്ട് കടം കൊടുത്തു 2-3 24 മണിക്കൂർ കഴിഞ്ഞാൽ കിട്ടിയിരിക്കണം നിങ്ങൾക്ക് പൈസ, ഇല്ലെങ്കിൽ ചോദിച്ചിരിക്കണം. അത് ചോദിക്കാതിരിക്കുന്നത് നിങ്ങൾ ഞങ്ങളോട് ചെയ്യണ സ്നേഹമല്ല, ദ്രോഹമാണ്. ബിക്കോസ് അത് ഒരാളുടെ അല്ല, നിങ്ങളുടെ പേയ്മെൻറ്റ് ഡിലേ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കോസ്റ്റ് കൂടും. അത് ഒരുപാട് ക്ലയൻസിനെ ബാധിക്കുന്നത്. അതേപോലെ തന്നെ കോൺട്രാക്ടർക്ക് പണി പ്രോപ്പറായിട്ട് ക്വാളിറ്റിയോടുകൂടി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ അതിലും അവിടെ പൈസ തരാതിരുന്നാൽ, ആ 24 മണിക്കൂറുള്ള പൈസ നിങ്ങളുടെ പോക്കറ്റിൽ വന്നില്ലെങ്കിൽ നിങ്ങളാവും ഇനി പാവം സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ PM കണ്ണ് ചിമ്പരുത്. അത് ദ്രോഹമാണ് ഞങ്ങളോട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ വെൻഡേഴ്സ് നിങ്ങളത് കൃത്യമായിട്ട് ചെയ്ത് എന്താ പറയുക ക്ലയൻസിന് ഹാപ്പി ആയാലല്ലേ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും ആ മാന്യമായിട്ടുള്ള ഫ്രെയിമിൻ്റെ അകത്ത് എല്ലാവർക്കും ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ കിട്ടുന്ന അതേപോലെ ഞങ്ങളുടെ എല്ലാം ഇതിൻ്റെ അകത്തൊക്കെ സെൽഫ് ഗവേണിംഗ് സിസ്റ്റമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പ്രൊട്ടക്ട് ചെയ്യേണ്ട നമ്മുടെ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. അൺഎത്തിക്കൽ പ്രാക്ടീസസോ കറപ്ഷൻസോ ആരെങ്കിലും അതിനും തുനിയുന്നു എന്ന് മാനസികമായുള്ള ചോദ്യം ഉണ്ടായാൽ ആ സമയത്ത് തന്നെ അറിയണം, അത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. ഈ സിസ്റ്റം ഇനിയും ഈ 500-ൽ നിന്ന് ഇനിയും കൂടും. വലിയ രീതിയിൽ ഇത് നമ്മൾ ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസിൻ്റെ അപ്പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ പോകുമ്പോൾ, വളർച്ച കൂടുമ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് എത്തിക്സും വാല്യൂസും ഒരു കാരണവശാലും വിടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ കൊലീഗ്സും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, എല്ലാ ക്ലയൻസും പൂർണ്ണ അർത്ഥത്തിൽ ശ്രദ്ധിക്കണമെന്ന് മാത്രം വിനീതമായിട്ട് ഒന്നുകൂടി ഞാൻ വളരെ താഴ്മയോടുകൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.